എൻ്റെ വീട്ടിൽ ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം 1-ാം സ്കന്ധം 8-ാം അധ്യായം 14-ാം ശ്ലോകമാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്കൊരു ചെറിയ പ്രാർത്ഥന നടത്താം ഭഗവാന്റെ അടുത്ത്. ജയ ജയ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന പ്രജജന രഞ്ജന യമുനാ തീരാവനചാരി യമുനാ തീരാവനചാരി ജയ യശോദാനന്ദന വ്രജജന രഞ്ജന യമുനാ തീരാവനചാരി യമുനാ തീരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ് ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ജയ ഗൗരാനിതായ് ജയ ജയ ഗൗരാനിതായ് ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ മഹാവിഷ്ണു സ്വാമി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമീതി നാംനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന ശ്ലോകത്തെ പറ്റി പറഞ്ഞു. ഭാഗവതം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായം 14-ാം ശ്ലോകമാണ്. പരീക്ഷിത് രാജാവിന്റെ ത്രാണനവും അതുപോലെ തന്നെ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയുമാണ് വിഷയം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ശ്ലോകം 14. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായ ആവർണോദ്ഗർഭം വൈരാത്യ ഗുരുതന്ദവേ. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായ ആവർണോദ്ഗർഭം വൈരാത്യ ഗുരുതന്ദവേ. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായയാവൃണോദ്ഗർഭം വൈരാത്യ കുരുതന്തവേ. നമുക്ക് ഇതിന്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അന്തസ്ഥ അന്തരംഗസ്ഥനായി, സർവ എല്ലാ ഭൂതാനാം ജീവാത്മാക്കളുടെ, ആത്മാവ് യോഗ ഈശ്വര
സർവയോഗശക്തികളുടെയും അധിപൻ. ഹരി പരമദിവ്യോത്തമ പുരുഷനായ പരമഭഗവാൻ ഹരി. സ്വമായ സ്വശക്തിയാൽ ആവരണം ചെയ്തു ഗർഭം ഭ്രൂണം വൈരാത്യ ഉത്തരയുടെ കുരുതന്തവേ. മഹാരാജാവ് കുരുവിന്റെ സന്താനത്തിനായി. ശ്രീല പ്രഭുവാദിക്ക് ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. വിവർത്തനം. പരമയോഗാത്മകത്വത്തിന്റെയും അധിപനായ ഭഗവാൻ ഏവരുടെയും അന്തരംഗത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം കുരുവംശത്തിന്റെ സന്താനത്തെ സംരക്ഷിക്കാനായി മാത്രം ഭഗവാൻ ഉത്തരയുടെ ഭ്രൂണത്തെ സ്വശക്തിയാൽ വലയം ചെയ്തു. ഭാവാർത്ഥം. പരമയോഗാത്മകത്വത്തിന്റെ അധിപനായ ഭഗവാൻ ഏകകാലത്തെ ഏവരുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നു. അണുക്കളിൽ പോലും അദ്ദേഹം പരമാത്മരൂപത്തിൽ നിവസിക്കുന്നു. ആകയാൽ ഉത്തരയുടെ ശരീരത്തിനുള്ളിൽ നിവസിക്കുന്ന ഭഗവാൻ മഹാരാജാവ് പരീക്ഷിത്തിനെ സംരക്ഷിക്കാനായി ഭ്രൂണത്തെ ആവരണം ചെയ്യുകയും അങ്ങനെ മഹാരാജാവ് പാണ്ഡുവിന്റെ വംശജനായ കുരുവിന്റെ സന്തതിയെ സംരക്ഷിക്കുകയും ചെയ്തു. മഹാരാജാവ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും പുത്രന്മാർ അതേ കുരുവിന്റെ രാജവംശത്തിൽ തന്നെ ഉൾപ്പെടുന്ന ആകയാൽ ഇരുവരെയും സാധാരണയായി കുരുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കാൻ ധൃതരാഷ്ട്രപുത്രരെ കൗരവരെന്നും അതേസമയം പാണ്ഡവപുത്രരെ പാണ്ഡവരെന്നും വിശേഷിപ്പിക്കുന്നു. ധൃതരാഷ്ട്രരുടെ പുത്രരും പൗത്രരും കുരുക്ഷേത്ര യുദ്ധത്തിൽ വധിക്കപ്പെടുകയാൽ രാജവംശത്തിലെ അവസാനത്തെ സന്തതിയെ കുരുവംശത്തിന്റെ സന്താനമായി ചിത്രീകരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നോക്കാം എന്താണെന്നുള്ളത്. ഇതുവരെയുള്ള ശ്ലോകങ്ങളും അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇതുവരെ ഇത്രയും ക്ലാസ് എടുത്ത കൂട്ടത്തിൽ അതിൻ്റെ സന്ദർഭങ്ങളും എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് വീണ്ടും ഇവിടെ ഒരു പറയുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള, അതായത് കുരുവംശത്തിന്റെ കാര്യങ്ങളും കുരുവംശത്തെ പറ്റിയും അതുപോലെ തന്നെ ധൃതരാഷ്ട്രയെ പറ്റിയും പാണ്ഡവരെ പറ്റിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. കുരുവംശത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുരുവംശം എങ്ങനെയുള്ളതാണ്, കുരുവംശം ആരാണ്, എന്തൊക്കെയാണെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അത് വിവരിക്കുന്നതിന് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇവിടെ നോക്കാം. കുരുകുല നാശത്തിനായിട്ട് അശ്വത്ഥമാവ് തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രങ്ങളിൽ ഒന്ന് അഭിമന്യുവിന്റെ പത്നിയും ഗർഭിണിയുമായ ഉത്തരയുടെ നേർക്ക് വരുന്നത് കണ്ട് ഭയന്ന് ഉത്തര ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ആ ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് എത്രമാത്രം ഹൃദയഭേദകമായിട്ടാണ് അത് അവിടെ ഉത്തര പറയുന്നത്. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനുള്ള വഴിയാണ് പറയുന്നത് നമുക്ക്. അപ്പൊ പാഹി മാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം തുതഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഭഗവാനെ കൃഷ്ണ, അങ്ങല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അങ്ങയെ ഞാൻ ഇതാ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഇതാ സമർപ്പിതയാകുന്നു. അപ്പൊ അങ്ങനെ ഭഗവാനോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അവരെ ഭഗവാൻ ഏതവസരത്തിലും രക്ഷിക്കുമെന്നാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ മരിച്ചാലും അവരെ ഉത്തര പറയുന്നത്, ഞാൻ മരിച്ചാലും എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കണമേ എന്നാണ് ഉത്തരയുടെ അപേക്ഷ. അപ്പൊ എല്ലാ മാതാക്കളും എല്ലാവരും മാതാപിതാക്കളായാലും ശരി എല്ലാവരും ശരി അവനവൻ്റെ കുഞ്ഞിനെ ഇത്ര അധികം സംരക്ഷിക്കുന്നുണ്ട്. എത്ര സ്നേഹത്തോടു കൂടിയാണ് ഉത്തര ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, എത്ര ആത്മാർത്ഥതയോടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നമ്മളിവിടെ കണ്ടു.
കുഞ്ഞിനെ മാത്രം രക്ഷിച്ച ഞാൻ മരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുഞ്ഞിനെ ഒരു വിധത്തിലും അപകടം ഉണ്ടാകല്ലേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി ഈ അസ്ത്രം അശ്വത്ഥമാവ് കുരുവംശത്തെ നശിപ്പിക്കാൻ വേണ്ടി അയച്ച അസ്ത്രങ്ങൾ ഒന്നാണെന്നും അത് മനസ്സിലാക്കുന്നു ഭഗവാൻ. ആ സമയത്ത് തന്നെ മനസ്സിലായി. ഭഗവാന് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഭഗവാൻ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ കുരുക്ഷേത്ര യുദ്ധം നയിക്കുന്നത് തന്നെ ഭഗവാനാണ്. അപ്പൊ അവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് അദ്ദേഹത്തിന് ശരിക്കും അറിയാം, എന്താ നടക്കേണ്ടതെന്നും അറിയാം. അതല്ല അങ്ങനെ അപ്പം ഭഗവാൻ അത് മനസ്സിലാക്കുന്ന ഇങ്ങനെ അശ്വത്ഥമാവ് അയച്ചിട്ടുള്ള ആ 6 അസ്ത്രങ്ങളിൽ ഒന്നാണ് ഉത്തരയുടെ നേർക്ക് വരുന്നതെന്നും ഭഗവാൻ മനസ്സിലാക്കി എന്ന് ഇത് ആര് പറയുന്ന? സൂതമുനി ശൗനകനോട് പറയുന്നു. അതൊക്കെ ഭഗവാൻ ഇത് നൈമിഷാരണ്യത്തിൽ വിസ്തരിക്കുന്ന കഥയാണിത്. നമുക്കിപ്പോ പറയുന്നതായിട്ട് തോന്നുന്നെങ്കിലും അപ്പൊ ആ ശൗനകന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് സൂതമുനി പറയുന്നത്. ഇങ്ങനെ വരുന്നത് കണ്ടു, ഭഗവാൻ അത് മനസ്സിലാക്കി, ഭഗവാൻ ഇതിന് വേണ്ടുന്ന പറയുന്നു. ഓരോ പാണ്ഡവരുടെയും നേർക്കം ബ്രഹ്മാസ്ത്രങ്ങൾ വരുന്നത് കണ്ടിട്ട് അവരവരുടെ ആയുധങ്ങളെടുത്ത് പ്രതിരോധിക്കാൻ പാണ്ഡവരും സന്നദ്ധരാകുന്നു. വീണ്ടും സൂതഗോസ്വാമി പറയാണ്, ഇങ്ങനെ ഓരോ അസ്ത്രങ്ങളും നിങ്ങൾ 5 പേരുടെ നേർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനും സംരക്ഷിക്കേണ്ട കാര്യം ഭഗവാനാണ്. കാരണം പാണ്ഡവരുടെ കയ്യിലിരിക്കുന്ന അസ്ത്രം കൊണ്ട്, അത് അസ്ത്രമല്ല അവരുടെ ആയുധങ്ങൾ കൊണ്ട് 5 പേരും ആയുധങ്ങളെടുത്ത് നേരിടാൻ തയ്യാറാകുന്നുണ്ട് ഈ വരുന്ന ധൂമകേതുവിനെ കണ്ടിട്ട്. അതായത് ഈ ബ്രഹ്മാസ്ത്രം വരുന്നത് കണ്ടിട്ട് അവരൊക്കെ തന്നെ അവരുടെ ആയുധങ്ങൾ എടുത്ത് അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതിനെ നേരിടാൻ വേണ്ടി വരും. പക്ഷേ ഭഗവാൻ അറിയാം അവരുടെ ആയുധങ്ങൾ കൊണ്ടൊന്നും ഈ ബ്രഹ്മാസ്ത്രത്തെ രക്ഷിക്കാൻ പറ്റിയില്ല, നശിപ്പിക്കാൻ പറ്റിയില്ല, അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഉടൻ തന്നെ തൽക്ഷണം ഭഗവാന്റെ സുദർശന ചക്രത്തെ എടുക്കുന്നു. ഭഗവാൻ ഇത് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ സ്പീഡ്, ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ സ്പീഡ് പെട്ടെന്ന് ഈ പാണ്ഡവർക്ക് പെട്ടെന്ന് തന്നെ അതിനെ നേരിടാൻ പറ്റത്തില്ലെന്നുള്ള ഭഗവാൻ മനസ്സിലായതുകൊണ്ട് ഭഗവാൻ ഉടൻ തന്നെ ബ്രഹ്മാസ്ത്രം കയ്യിലെടുക്കുന്നു. അപ്പൊ ഇനിയാണ് നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അതാണ് സാഹചര്യം. ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ബ്രഹ്മാസ്ത്രം വന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ചക്രത്തെ, സുദർശന ചക്രത്തെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും പരമാത്മാവായ സ്ഥിതി ചെയ്യുന്ന പരമദൈവത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവായ കുരുവംശ സന്തതിയെ സംരക്ഷിക്കാനായി മാത്രം ഉത്തരയുടെ ഭ്രൂണത്തെ സ്വശക്തിയാൽ വലയം ചെയ്തു. അതാണ് ഇന്ന് പറയുന്നത് ശ്ലോകം. അന്തരംഗസ്ഥനായ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ഉത്തരയുടെ ആ പരിതാപാവസ്ഥ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്താൽ ആ ഭ്രൂണത്തെ, ഉത്തരയുടെ ഗർഭത്തിലുള്ള ഭ്രൂണത്തെ വലയം ചെയ്യുന്നു രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എത്ര വലിയ ആയുധമായാലും ശരി, ഭഗവാന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നും ആർക്കും നാശങ്ങൾ ഉണ്ടാകുകയില്ല. അതിന് ഭഗവാൻ അന്തരംഗസ്ഥനായി ഉത്തരയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഭഗവാൻ അതുപോലെ തന്നെ അങ്ങനെ അദ്ദേഹം അതുകൊണ്ട് ആ ഭ്രൂണത്തെ വലയം ചെയ്ത് അവിടെ നിൽക്കുന്നു. അതേസമയം തന്നെ പരമയോഗേശ്വരനായ ഭഗവാൻ വായുവിനെ പോലെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനാണ്. സർവ്വവ്യാപിയാണ്. ഒരേ സമയം സർവ്വ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്നു. എല്ലാ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും ഭഗവാനുണ്ട്. ഓരോ അണുക്കളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതേ സന്ദർഭത്തിൽ തന്നെ പാണ്ഡവരെ രക്ഷിക്കാൻ വെളിയിൽ നിന്നും ഭഗവാൻ റെഡിയായിട്ടുണ്ട്. അപ്പൊ ഏതൊരവസരത്തിൽ എവിടെയും സർവ്വചരാചരങ്ങളിലും, അതുപോലെ വായുവിനെ പോലെ എല്ലാ ഭാഗത്തും, വായു എത്താത്ത സ്ഥലമില്ലല്ലോ, അതേപോലെ ഭഗവാൻ എത്താത്ത സ്ഥലമല്ല, ഭഗവാൻ ഇല്ലാത്ത സ്ഥലമല്ല. ഓരോ അണുക്കളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇവിടെ പരമാത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി, പരമാത്മാവ് ഇരിക്കുന്ന സ്ഥലത്തിനെ പറ്റി അന്തരംഗസ്ഥനായ ഭഗവാൻ എവിടെ സ്ഥിതി ചെയ്യുന്നുള്ളതും എങ്ങനെ ആ പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഭഗവത്ഗീതയില്
ശ്രീമദ് ഭഗവത്ഗീതയിൽ പരമാത്മാവിനെ പറ്റി പ്രഭുപാദർ വിവരിക്കുന്നു. ഇങ്ങനെയാണ് 18-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി പ്രഭുപാദർ പറയുന്നു. ശ്ലോകം ഞാൻ വായിക്കാം. 61-ാം ശ്ലോകം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അതിന്റെ വിവർത്തനത്തിൽ പറയുന്ന അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഭഗവാൻ അന്തരംഗസ്ഥനായിരുന്നുകൊണ്ട് നമ്മുടെ ജീവാത്മാക്കളുടെ പ്രവൃത്തികളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊരു ജീവനും പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ അനുമതിയോടുകൂടിയാണ്. ഭഗവാൻ എന്താ പറയുന്നോ അതനുസരിച്ചും എല്ലാ പ്രവർത്തനവും നടക്കുന്നു. ഒരു ജീവസത്തയുടെ സകല പ്രവർത്തനം നിയന്ത്രിക്കുന്ന പരമാത്മ രൂപത്തിൽ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആണ്. ഇത് നമ്മള് ആദ്യം മുതലേ പഠിക്കുന്ന ഇതാണ്. ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയും പറയുമ്പോൾ സമയത്ത് നമ്മളതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഏതവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഓരോ അണുക്കളിലും സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ. അപ്പം നമ്മുടെ ഈ ജീവാത്മാക്കളുടെ ശരീരം പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഈ ഓരോ പ്രവർത്തികളും ഭഗവാൻ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെപ്പറ്റിയും ഭഗവത്ഗീതയിലെ 2-ാം സ്കന്ധത്തില് 22-ാം ശ്ലോകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരു വൃക്ഷത്തെ 2 കിളിയിരിക്കുന്ന മാതിരി തന്നെ ഭഗവാനും ജീവാത്മാവും ഒരേ ശരീരത്തിൽ എപ്പോഴും കുടികൊള്ളുന്നുണ്ടെന്നും ഈ ജീവാത്മാവ് ചെയ്യുന്ന പ്രവർത്തികൾ ആ ശരീരം എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഭഗവാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി ഈ ക്ലാസ് എടുത്ത ഒരു പ്രഭുജി പറഞ്ഞ ഒരു കഥ ഞാൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവും, അതായത് ദമ്പതികൾ പുതുതായി ഇസ്കോണിൽ എത്തിയവരായിരുന്നു. അവര് 2-3-4 മാസമായിട്ടുള്ള നമ്മുടെ ഇസ്കോണിൽ എത്തിയിട്ട് ഈ കഥ ചിലപ്പോൾ കേട്ടിരിക്കുക എല്ലാവരും, എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദമ്പതികൾ അവരുടെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ വഴിയിൽ ഒരു ഐസ്ക്രീം കട കാണുന്നു. അപ്പൊ ആ ഭർത്താവിനൊരു മോഹം ഈ ഐസ്ക്രീമിൽ ഒരെണ്ണം കഴിക്കാമെന്ന്. അപ്പൊ ഭാര്യയോട് പറഞ്ഞ്, ഞാൻ ഈ ഐസ്ക്രീം മേടിക്കാൻ നമുക്ക് 2 പേർക്ക് ഓരോന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വാങ്ങാനായിട്ട് തുടങ്ങുന്നു. അപ്പം ഭാര്യ, അവരും ഡിവോട്ടിയാണല്ലോ, ഇതിനെപ്പറ്റി പറയുന്നു. നമ്മളെ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ എന്ത് കഴിച്ചാലും ഭഗവാനെ നിവേദിച്ചതിന് മാത്രമേ, ഭഗവാൻ ഓഫർ ചെയ്തതിന് മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഐസ്ക്രീം മേടിച്ച് എങ്ങനെ കഴിക്കും? തന്നെയല്ല, അതിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ശുദ്ധവൃത്തിയായിട്ട് ചെയ്തതാണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ വയ്യ. അതിനകത്ത് ചേരുവകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു തടസ്സവാദം നമ്മുടെ ഡിവോട്ടിയായ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഭഗവാനെ നിവേദിക്കാൻ പറ്റാത്ത സംഗതി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. നമ്മുടെ കൃഷ്ണ കോൺഷ്യസ് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് ഉടൻ തന്നെ ആ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അയാളെ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങി. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി ഇതാണെന്നല്ലോ, ഏതവസരത്തിൽ സാഹചര്യം അനുസരിച്ച് കൃഷ്ണന്റെ വാക്കുകൾ എടുത്ത് ന്യായീകരിക്കാം. അപ്പൊ അതുപോലെ അയാളും അവിടെ ന്യായീകരിക്കാൻ തുടങ്ങി. എന്താ പറയുന്നത് വെച്ചാൽ, പരമാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇത് കഴിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല. അതിന് വേണ്ടുന്ന പൈസ തരുന്നതും ഭഗവാൻ തന്നെയാണ്, നമ്മളെ ഇവിടെ എത്തിച്ചതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്, ഇത് കഴിക്കൂ എന്നുള്ളത്. എന്നെ അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൃഷ്ണന്റെ വാക്കുകളെ ന്യായീകരിക്കാൻ വേണ്ടിയും ഐസ്ക്രീം കഴിക്കണം എന്നുള്ളത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും കൃഷ്ണന്റെ വാക്കുകളെ വളച്ചൊടിക്കുകയാണ്. അതായത് കൃഷ്ണൻ പറഞ്ഞതിനെ വെച്ചുകൊണ്ട് അയാളുടെ ഭാഗം ന്യായീകരിക്കുന്നു. അപ്പൊ അത് ശരിയല്ല.
പറഞ്ഞതിനെ തെറ്റായിട്ടാണ് അയാൾ മനസ്സിലാക്കിയത്. നമ്മളെ പഠിപ്പിച്ചത് പോലല്ല അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരിയല്ല. കൃഷ്ണനോട് ഭക്തി വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രമേ ഭഗവാൻ അന്തരംഗസ്ഥനായി നമ്മളെ പ്രേരിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മനസ്സിൽ പല തോന്നലുകൾ ഉണ്ടാവും, പല പ്ലാനുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ്, ഇത് ഭഗവാന് അനുകൂലമായിട്ടുള്ളതാണോ അതോ ഭഗവാന് പ്രതികൂലമായിട്ടുള്ളതാണോ? എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ത് കണ്ടാലും ശരി അത് സ്വായത്തമാക്കണമെന്നോ അത് വാങ്ങിക്കണമെന്നല്ല കാമം, മോഹം, അങ്ങനെയുള്ള പല മറ്റുള്ളവരുടെ സ്വഭാവത്തെ പറ്റി, മറ്റുള്ളവർ കാണിക്കുന്നതിനെ പറ്റി വിമർശിക്കുക. ഇതൊക്കെ നമ്മുടെ ജന്മസിദ്ധമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഭഗവാന്റെ പ്രേരണയായിട്ട് കണക്കാക്കാൻ പാടില്ല. ഭഗവാന്റെ പ്രേരണയായിട്ട് കണക്കാക്കുന്നത് ഭഗവാൻ ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാന് പ്രീതി ഉണ്ടാകുമോ, ഭഗവാന്റെ ഭക്തി നമുക്ക് വർദ്ധിക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്. അല്ലാതെ ഭഗവാന്റെ എല്ലാം മനസ്സിൽ തോന്നുന്നതെല്ലാം ഭഗവാന്റെ പ്രതികരണമാണെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഭഗവാന്റെ പ്രതികരണം ഭഗവാനോട്ട് ഭക്തി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ ഉപദേശിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെ ഭഗവാന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഭഗവാന്റെ ആഗ്രഹം. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും, അതുകൊണ്ട് ഭഗവാന്റെ കൂടെ സഹവസിക്കാൻ ഈ മനുഷ്യന് എങ്ങനെ സാധിക്കും, അതിനു വേണ്ടുന്ന പ്രവൃത്തി എന്ത് ചെയ്താൽ പറ്റും, അങ്ങനെയുള്ള പ്രവൃത്തികൾ മാത്രമേ ഭഗവാൻ നമ്മളെ ആന്തരികമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നിക്കാറുള്ളൂ. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. അല്ലാതെ ഏത് പ്ലാനും നമ്മുടെ മനസ്സിൽ കിട്ടുന്നതെല്ലാം ഭഗവാന്റെ നിർദ്ദേശം അല്ലെങ്കിൽ പ്രേരണയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണന് ആ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം. നമ്മൾക്ക് ഏത് കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഔചിത്യബോധം എന്ന് പറയുന്നതിന്, അതായത് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ഹൃദയത്തിനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ട്, നമ്മുടെ ബുദ്ധിക്കുണ്ട്. ഭഗവാൻ അങ്ങനെയുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. നല്ല തിരിച്ചറിയണം. ഭഗവാന് ഹിതപ്രകാരം ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും ചെയ്യാം. ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ അത് നമ്മൾ മായയാൽ പ്രേരിതരാണ്. മറ്റേ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നെങ്കിൽ അത് ഭഗവാൻ പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നമുക്കങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതും 2 പ്രാവശ്യം ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. ഇത് ശരിയാണോ തെറ്റാണോ, നമ്മുടെ ധർമ്മം അനുസരിച്ച് ഇത് ചെയ്യാനുള്ളതാണോ, ഈ ധർമ്മത്തിന് നിരക്കാത്തതാണോ എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷമേ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാവൂ. കഴിക്കുന്ന കാര്യത്തിലായാലും പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും എന്തുമായാലും ശരി. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഒരു സിംഹം ഒരു മാനിനെ കാണുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ കൊന്ന് തിന്നുന്നത് അതെന്താന്ന് വെച്ചാൽ അതിന്റെ സിംഹത്തിന്റെ ധർമ്മം അതാണ്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സിംഹത്തിന് ആ ഒരു ധർമ്മമേ അറിയാവൂ. കിട്ടുന്നതിനെ ഭക്ഷിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക, അതിന്റെ വംശവർദ്ധന ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ശത്രുക്കൾ വരികയാണെങ്കിൽ അവരോട് നേരിടുക. ഇതല്ലാതെ മറ്റൊന്നും മൃഗങ്ങൾക്ക് യാതൊരു ചിന്തയില്ല. അതുപോലല്ല മനുഷ്യർക്ക് പല കാര്യങ്ങൾ ചിന്തിക്കണമുണ്ട്. നമ്മുടെ കർത്തവ്യം എന്താണ്? ഭഗവത് സേവനമാണ് ചെയ്യേണ്ടത്. ആ സേവനം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ലക്ഷ്യം തന്നെ ഭഗവത് സന്നിധിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏത് പ്രവൃത്തിയും അതുപോലെ ചിന്തിച്ച് ചെയ്യണം എന്ന് പറയുന്നു. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. മനുഷ്യൻ ഓരോ കർമ്മം ചെയ്യുന്നതിനും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെ വേദങ്ങളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നവരും അതിനു മുമ്പായിട്ട് ചിന്തിച്ച് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ പുതിയ ഡിവോട്ട് ചെയ്ത മാതിരി ചിന്തിക്കാനേ പാടില്ല. കൃഷ്ണന് അനുകൂലമായ പ്രവൃത്തികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രതികൂലമായ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് പല പ്രാവശ്യം പലരും പറഞ്ഞിട്ടുള്ളതാണ്. അനുകൂലമായിട്ടുള്ള പ്രവൃത്തികളാണ് വരുന്നതെങ്കിൽ
അത് ഭഗവാന്റെ പ്രേരണയാൽ ആണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം എപ്പോഴും നമ്മളെ ഭഗവത് സന്നിധിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ. പ്രതികൂലമായ പ്രേരണയാണ് ഉണ്ടാകുന്നെങ്കിൽ അത് മായയുടെ പ്രേരണയാണ് എന്ന് പ്രഭുപാദർജി പറയുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഉണ്ട് പുണ്യമായാലും പാപമായാലും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. പല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഭക്തരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതേ കാര്യങ്ങൾ. നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് അഗതി മന്ദിരങ്ങൾ ഉണ്ടാക്കുക, അമ്പലങ്ങൾ പണിയുക, അമ്പലങ്ങൾ ആശുപത്രികൾ പണിയുക, ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ് ചെയ്യുന്നത്. മറ്റവരെ സഹായിക്കുക, പലർക്കും ദാനം കൊടുക്കുക, എന്തെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് ഒരു കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് ആ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, കർമ്മഫലം. അതിനുവേണ്ടി പിന്നെയും നമ്മൾ ജനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ജനനത്തിൽ ചിലപ്പോൾ നല്ല വിധത്തിലുള്ള സ്വർഗത്തിൽ ജനനം കിട്ടിയെന്നിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല ഫാമിലിയിൽ ജനിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ട് ഉയരാൻ വേണ്ടി നമുക്ക് ബുദ്ധി ഉള്ള ഒരു ശരീരം കിട്ടിയെന്നിരിക്കാം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അനുഭവങ്ങൾ. എന്തായാലും നമ്മൾ ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചെങ്കിലേ പറ്റൂ. അതേ സമയത്ത് നമ്മൾ പാപകർമ്മങ്ങളാണ് ചെയ്യുന്നെങ്കിൽ ഈ പാപകർമ്മത്തിനനുസരിച്ചിട്ടുള്ള ശരീരം നമുക്ക് കിട്ടും. അതനുസരിച്ച് ചിലപ്പോൾ പന്നിയോ പൂച്ചയോ പട്ടിയോ ഒക്കെ ആയിട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത കുടുംബത്തിൽ ജനിച്ചെന്നിരിക്കും, അംഗഭംഗങ്ങളുള്ളവരായിട്ട് ജനിച്ചെന്നിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പുണ്യവും ഭാവവും ഏത് ചെയ്താലും ശരി അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ജനമൃതി കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. മരിച്ചാൽ ജനിക്കുക, ജനിച്ച് മരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊക്കെ രക്ഷണം ചെയ്യണമെങ്കിൽ കർമ്മത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെല്ലാം കർമ്മം, അകർമ്മം, വികർമ്മം എന്നുള്ള കർമ്മങ്ങളെ പറ്റി. അകർമ്മമാണ് ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കും. കാരണം അതിന് ഫലങ്ങളില്ല. അത് നമ്മൾക്ക് ഭഗവത് സന്നിധിയിലോട്ട് എത്താനുള്ള മാർഗം കാണിച്ചു തരും. അതിനുള്ളതൊക്കെ ശരീരം നമ്മൾക്ക് ജനനമേ ഉണ്ടാവില്ല. അകർമ്മത്തിൽ കൂടെ നമ്മൾ മരിക്കുന്നെങ്കിൽ, അകർമ്മം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ തക്ക വിധത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഭഗവത് ധാമത്തിൽ തന്നെ പോകാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ പറയുന്നത്, അതിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഇത് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ അകർമ്മം ചെയ്തതിൻ്റെ കാര്യം, എന്ത് കർമ്മം ചെയ്യുന്നാലും അതിൻ്റെ കാര്യങ്ങൾ, പൂർവകർമ്മങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോരോ ജീവനും വെവ്വേറെ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നത്. അത് ഭഗവാൻ ഏർപ്പെടുത്തുന്നതാണ് ഒരുമിച്ച് കൊണ്ട്. പരമാത്മാവ് തന്നെയാണ് ഈ കർമ്മങ്ങൾ ഏർപ്പെടുത്തുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഭഗവാൻ രണ്ട് ആത്മാക്കളുണ്ട്, ഒന്ന് ആത്മാവും പരമാത്മാവും. ഈ പരമാത്മാവ് നമ്മുടെ പ്രവൃത്തികൾ ഓരോന്നും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതവസരത്തിൽ. അപ്പൊ ഈ അന്തരംഗസ്ഥനായ ഭഗവാൻ, അതാണ് പരമാത്മാവ്. അദ്ദേഹം ഈ നമ്മുടെ ഓരോ പ്രവൃത്തികളും വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തി ഏതെല്ലാം തരത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെന്നും ഭഗവാൻ ശ്രമിക്കും നമുക്ക് നല്ല പ്രവൃത്തി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാ ആത്മാക്കളും അല്ലെങ്കിൽ വ്യക്തികളെ അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ഈ ഭഗവത്ഗീത ശ്ലോകം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 22-ാം ശ്ലോകത്തിൽ പറയുന്ന പോലെ ഒരേ വൃക്ഷത്തിൽ രണ്ട് കിളികൾ ഇരിക്കുന്ന മാതിരി ആത്മാക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നും ആ ശരീരത്തിൽ ഇങ്ങനെ ആത്മാവും പരമാത്മാവും ഇരിക്കുന്നുണ്ടെന്നും ആ പരമാത്മാവ് ഈ ആത്മാവിൻ്റെ പ്രവർത്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അപ്പൊ അദ്ദേഹം എന്തൊക്കെയാ പ്രവൃത്തി, നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ശരീരം തരികയും അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള അടുത്ത ശരീരം കിട്ടും നമുക്ക്. അത് പല പ്രവൃത്തിയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ശരീരം കിട്ടും. അതെല്ലാം നിയന്ത്രിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ പരമാത്മാവ് അത് നോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് പുനർജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തെ ഇന്ന പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഈ പരമാത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ അതിനനുസരിച്ചായിരിക്കും. ഇപ്പൊ ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുള്ളതാണെങ്കിൽ
പെട്ടെന്ന് അയാൾക്ക് മോക്ഷം കൊടുക്കാൻ പറ്റത്തില്ല. നാരദന്റെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നാരദൻ ചെരുപ്പൂത്തിയോടും പൂജാരിയോടും ഒക്കെ ചെന്ന് പറയുന്നത് എത്ര നാൾ ജീവിക്കും എന്നുള്ളതും ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കണമെന്ന് ഒരാൾ പറഞ്ഞുവിടും. വന്നിട്ട് അദ്ദേഹം നാരദൻ ഒരു ചെരുപ്പൂത്തിയോട് പറയും, നീ ഉടനെ തന്നെ നിന്റെ ശരീരം വെടിയും. അതുപോലെ തന്നെ മറ്റേ പൂജാരിയോട് പറയുന്ന ഇനി രണ്ട് മൂന്ന് ജന്മം കൂടെ നിന്നെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂ എന്ന് പറയുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഭഗവാൻ എപ്പോഴും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രവൃത്തി, ഏതൊരു പ്രവൃത്തി ചെയ്യുന്നോ അതൊക്കെ ഭഗവാൻ മനസ്സിലാക്കിയിട്ട് നമ്മളെ അടുത്ത ജന്മം കിട്ടുന്നതാണെങ്കിൽ, അടുത്ത ജന്മം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കത്തക്ക തരത്തിലുള്ള, അനുഭവിക്കുന്നതിന് യോജിച്ച വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഭഗവാനും പ്രേരിപ്പിക്കും. പഴയ ജന്മത്തിൽ, മുൻ ജന്മത്തിൽ നമ്മൾ ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുവദിക്കാനുള്ള വിധത്തിൽ അടുത്ത ജന്മത്തെ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണ ഭഗവാൻ തരും. അപ്പൊ അങ്ങനെയാണ് ഈ അന്തരംഗസ്ഥനായ ഭഗവാന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് അവരെ മോചിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് അദ്ദേഹം അങ്ങനെ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പരമാത്മാവ് തന്നെയാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഈ 18-ാം ശ്ലോകത്തിന്റെ 18-ാം അധ്യായം 13-ാം ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പറയുന്നത് അവിടുത്തെ ആജ്ഞപ്രകാരം നിർവഹിക്കുന്ന കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് ഈഹലോകത്തിലോ പരലോകത്തിലോ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കൃഷ്ണന് വേണ്ടി എന്താ ചെയ്യുന്നത്, കൃഷ്ണന് വേണ്ടി ചെയ്യുന്നവർ കൃഷ്ണന്റെ ഹിതത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നോ അതിന് ഇഹലോകത്തിലും പരലോകത്തിലും യാതൊരു പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. പരമദിവ്യോത്തമ പുരുഷനെ ശരണം പ്രാപിക്കുന്ന ആരെയും ഭഗവാൻ കൈവഴുകയില്ല. അതാണല്ലോ ഇവിടെ ഉത്തരയ്ക്ക് ഇവിടെ കിട്ടുന്നത് ഫലം. ഉത്തര വന്നിട്ട് ഭഗവാനെ അത്ര ആത്മാർത്ഥമായിട്ട് വിളിച്ച കാരണത്താൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ പോയി. അന്തരംഗസ്ഥനായ ഭഗവാൻ എവിടെയുണ്ട്? ഭൂലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നുണ്ട്, ഓരോ വൈകുണ്ഠങ്ങളിലുമുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിൽ എല്ലായിടത്തുമുണ്ട്, ഓരോ ഗ്രഹങ്ങളിലുണ്ട്, ഓരോ അണുക്കളിലുണ്ട്. ഭഗവാൻ അതുപോലെ നമ്മൾ ശരണം പ്രാപിക്കുന്ന വ്യക്തികളെ അവരുടെ ശരണാഗതി അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ അതിനാൽ അവിടെ ഉത്തരയുടെ ഗർഭത്തിൽ കുഞ്ഞിനെ രക്ഷിക്കുന്നു ഭഗവാൻ. എൻ്റെ ഭക്തന് ഒരിക്കലും വിനാശം ഉണ്ടാകുന്നില്ല എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട് ഒരു ശ്ലോകത്തില്. എൻ്റെ ഭക്തൻ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ തന്നെ എന്നെ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കുന്ന ഭക്തന് ഒരിക്കലും വിനാശം ഉണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ ഒരേ വിധത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് വേണ്ടി ഭഗവാന്റെ പ്രതിജ്ഞ പോലും ഭഗവാൻ തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. അത് നമുക്ക് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറയുന്നു. ഇതിന്റെ നമ്മൾ പഠിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ശ്ലോകത്തില്, മുമ്പുള്ള ശ്ലോകത്തിൽ ഉദാഹരണമായി ബ്രഹ്മാസ്ത്രം നേരിടാൻ സുദർശന ചക്രം എടുക്കുന്നു. അതാണ് അദ്ദേഹം ഈ യുദ്ധം ചേരുന്നത് വരെയും, അല്ലെങ്കിൽ ആയുധം എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് വിപരീതമായിട്ട് അദ്ദേഹം ഉടനെ ആയുധം എടുക്കുന്നുണ്ട്. അതൊരു കാര്യം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന്റെ മേൽ ഭീഷ്മർ കൊല്ലാൻ വേണ്ടി മാത്രം, അർജുനെ കൊല്ലണം എന്ന് ദുര്യോധനൻ പറഞ്ഞതനുസരിച്ച് അർജുനനെ ഈ അസ്ത്രങ്ങൾ കൊണ്ട് ഇന്ന് തന്നെ കൊല്ലും എന്നുള്ള വാശിയോടുകൂടി ഭീഷ്മർ അർജുനന്റെ മേൽ ഒരുപാട് അസ്ത്രങ്ങൾ വർഷിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഭഗവാൻ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അർജുനന് അപകടം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു രഥചക്രം താഴെ കിടന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹം അർജുനനെ രക്ഷിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അന്നേരം അർജുനൻ തടയുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ പോലും അംഗീകരിക്കാതെ അത് അവഗണിച്ചുകൊണ്ട് ഭീഷ്മരുടെ നേർക്ക് രഥചക്രമായിട്ട് എടുക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കലും
നമ്മളെ കൈവഴികയില്ല എന്നുള്ളതിന് തെളിവുകൾ പല വിധത്തിലുണ്ട്. പല വിധത്തിലുള്ള തെളിവുകളുണ്ട്. ഭീഷണിയുടെ ഞെരുക്കം നടക്കുന്നു. അതൊന്നായി. അതുപോലെ തന്നെ ശരണം പ്രാപിച്ച ഉത്തരയുടെ ശിശുവിനെ രക്ഷിക്കാൻ ഭ്രൂണത്തെ വലയം ചെയ്യുന്നത്, പാണ്ഡവരുടെ രക്ഷയ്ക്കായി വെളിയിൽ നിന്നുകൊണ്ട് സുദർശന ചക്രം എടുക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പരീക്ഷിത്ത് രാജന് രക്ഷിക്കുന്ന കുതിരയുടെ ആവശ്യം മാത്രമായിരുന്നില്ല, അത് എങ്ങനെ ഏത് ഭഗവാൻ അതായത് ആശ്രിത വത്സലൻ, അതായത് ഭക്തവത്സലനാണ് ഭഗവാൻ എപ്പോഴും. അതുകൊണ്ട് ഭക്തർക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞയോ താൻ ചെയ്താത്തതോ ആണെങ്കിൽ കൂടി പോലും അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നടത്തും. അതാണ് ശ്രീകൃഷ്ണ ഭഗവാനുള്ള ഏറ്റവും മെച്ചമായ ഗുണം. അതുപോലെ അദ്ദേഹം എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ പാണ്ഡവരെ രക്ഷയ്ക്കായി വെളിയിൽ നിന്നുകൊണ്ട് സുദർശന ചക്രം എടുക്കുന്നു. ഇതൊക്കെയാണ് ഒരേ സമയം അന്തരംഗസ്ഥനായിട്ടും വെളിയിലിരുന്നും. കുന്തിയുടെ പ്രാർത്ഥനയിൽ ഇത് തന്നെ പറയുന്നുണ്ട്, എവിടെയും കാണപ്പെടുന്ന ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരേ സമയം പല പ്രവൃത്തികൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഒരേ സമയം തന്നെയാണ് ഭ്രൂണത്തെ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെ പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചക്രം എടുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നതും. അതുപോലെ ഈ കുരു വംശം നിലനിർത്തണമെന്നുള്ളത് ഭഗവാന്റെയും ആവശ്യമാണ്. ഇങ്ങനെ ഭാരതവർഷത്തെ നല്ല രീതിയിൽ നടത്താം, അല്ലെ ഈ ഭൂമിയെ ശരിക്ക് ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ ഇവിടെ മനുഷ്യരൂപത്തിൽ ജന്മമെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെയും ഉത്തരവാദിത്തമാണ് ആ സന്തതിയെ, അതായത് കുരുവിന്റെ സന്തതിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഉത്തരയുടെ മാത്രം കാര്യമായിരുന്നില്ല, അത് ഭഗവാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടിരുന്നത്. അപ്പൊ ഭഗവാൻ വിചാരിക്കുന്നത് തന്നെ നടക്കും എല്ലാ കാര്യങ്ങളും. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ നിശ്ചയിച്ചതാണ്. ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കുക എന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ് പ്രഹ്ലാദ മഹാരാജാവിന്റെ കാര്യം. പ്രഹ്ലാദ മഹാരാജാവ് അസുര വർഗത്തിൽ ജനിച്ചാൻ ആയിരുന്നിട്ട് പോലും സ്വന്തം അച്ഛന്റെ ദ്രോഹങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം വിഷ്ണു ഭഗവാനെ ആരാധിച്ചിരുന്നുകൊണ്ടും വിഷ്ണു ഭഗവാനെ അദ്ദേഹത്തിന്റെ രക്ഷകനായി കണ്ടിരുന്നുകൊണ്ടുമാണ്. അതുപോലെ തന്നെ ദ്രൗപദി വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട് കൗരവസഭയിൽ വെച്ച്. കൗരവസഭയിൽ വെച്ചിട്ട് വസ്ത്രാഭിക്ഷേപം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കഥ പഠിച്ചിട്ടുള്ളതാണ് എല്ലാവരും. ആ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പാണ്ഡവരും എല്ലാവരും ദുര്യോധനന്റെ അടിമകളായി മാറുന്ന സമയത്ത് ദ്രൗപദിയെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്ന സമയത്ത് ആ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട് ആ കൗരവപ്പട. അതായത് ദുര്യോധനും കർണനും ഒക്കെ ചേർന്നിട്ട് ഭീഷ്മരുടെ സന്നിധിയിൽ വെച്ച്, ഭീഷ്മർക്ക് പോലും അദ്ദേഹമൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയിൽ കടിച്ചു പറ്റിയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ രാജ്യം ആര് ഭരിക്കുന്നോ ആ ആളിനെ മാത്രമേ സംരക്ഷിക്കൂ എന്നുള്ള ആ പ്രതിജ്ഞ കൊണ്ട് നമ്മുടെ ഭീഷ്മർക്കും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ദ്രൗപദിയെ രക്ഷിക്കുന്ന ഭഗവാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദ്രൗപദി അത്രയ്ക്ക് കൃഷ്ണഭക്തയായിരുന്നു. തന്നെയല്ല ആ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ ആശ്രിത വത്സനായ ഭഗവാൻ ഏതൊരു ഭക്തനും ആശ്രയം കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് കൃഷ്ണന്റെ ഏറ്റവും ഗുണം. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ പഠിക്കണം. ഗജേന്ദ്രൻ ഒരു രാജാവായിരുന്നു, ഇന്ദ്രദുമ്നൻ രാജാവ്. ആ രാജാവ് കാരണമില്ലാതെ, പക്ഷെ അദ്ദേഹത്തിന്റെ തെറ്റുകൊണ്ടല്ല, എങ്കിലും അദ്ദേഹം ഒരു ശാപത്തിനടിമയാകുകയും ഒരു ഗജേന്ദ്രനായിട്ട് ജനിക്കുകയും ചെയ്തു. ആ ഗജേന്ദ്രൻ വളരെ കേമനായിട്ട് ഇങ്ങനെ കാടുകൾ തോറും കുലുക്കി നടന്ന് ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നതിന് ശേഷം ഒരു തടാകത്തിൽ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ
ആ ഗജേന്ദ്രന്റെ കാലിൽ മുതല കടിക്കുകയും മുതല വിടാതിരിക്കുകയും വർഷങ്ങൾ 1000-10,000 വർഷങ്ങൾ അവിടെ കിടക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒടുക്കം അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ടായിരുന്നു. നമ്മൾ എത്ര പ്രാർത്ഥന, പണ്ടൊരു ഭക്തനായിരുന്ന അയാൾ അദ്ദേഹം, ഇന്ദ്രത്തുമ്പിന്റെ രാജാവ്, ആ ഭക്തിയുടെ ഓർമ്മ അപ്പം വരികയും വന്നതിന് ശേഷം അത് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അവരയാൾക്ക് വേറൊരു മാർഗവും അതാണ് നമ്മൾ രണ്ട് കൈയും പൊക്കി പിടിച്ചിട്ട് ഹരേ കൃഷ്ണ പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കൈയും പൊക്കി പിടിക്കുന്നത്. അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം. ചുമ്മാ പൊടി പിടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മനസ്സും അതേമാതിരി ആകണം. അതുപോലെ നമ്മുടെ പ്രവൃത്തിയായിരിക്കണം. ആ കൈ രണ്ടും പൊക്കുന്നതിന്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ നിഷ്കളങ്കമായിട്ടുള്ളതായിരിക്കണം. അതുപോലെ ഭഗവാനെ ഈ ഇന്ദ്രദ്യുമ്ന രാജൻ, അതായത് ആ ഗജേന്ദ്രൻ ഏതുവിധം പ്രാർത്ഥിച്ചോ അതേമാതിരി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും ഭഗവാന്റെ സാമീപ്യം ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ വിടാറില്ല, തള്ളിക്കളയാറില്ല. അങ്ങനെ ഗജേന്ദ്രന്റെ അടുത്ത് ആ പ്രാർത്ഥന കേട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗരുഡന്റെ മുകളിൽ കയറി വരികയാണ്. പക്ഷെ എന്നിട്ട് ഗരുഡന് സ്പീഡ് പോരാഞ്ഞിട്ട് അദ്ദേഹം നടന്നു വരാമെന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് ആശ്രിത വത്സനായ ഭഗവാൻ അങ്ങനെ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ആരൊക്കെ ഉണ്ടോ നിരാശ്രയരായിട്ട് അദ്ദേഹം സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും കൈവീഴുകയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഹിന്ദു ജനതയ്ക്ക് പറ്റിയ ഒരു കാര്യം ഞാൻ ഒരു കഥയാ രൂപത്തിൽ പ്രഭുജി പറഞ്ഞാണ്, അത് ഞാൻ പറയാനുള്ളത്. ഒരു നദി കിടക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ, പല വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാം കൂടെ നദി കിടക്കാനുള്ള മാർഗം നോക്കി നിൽക്കുമ്പോൾ ഏതായാലും ഒരു വള്ളം വരുന്ന കണ്ടു. ആ വള്ളത്തെ കയറി നദി കിടക്കാനായിട്ട്, ചുരുക്കി പറയാണ് കഥ, സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ആ നദിയിലെല്ലാവരും, ആ വള്ളത്തിലെല്ലാവരും കയറിയിരിക്കുന്നു. അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ദൂരം നദിയിൽ തരണം ചെയ്യാൻ വേണ്ടി നദിയുടെ ഏകദേശം മധ്യഭാഗത്തെത്തി, അക്കരെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും. അപ്പൊ ഏകദേശം പകുതി ഭാഗത്തെത്തിയപ്പോൾ ആകെപ്പാടെ കാലാവസ്ഥ മാറുകയും മഴയും വെള്ളപ്പൊക്കവും കൂടുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ വെള്ളക്കാരൻ നിയന്ത്രിച്ചാലൊന്നും വള്ളം നിയന്ത്രിക്കപ്പെടുന്നില്ല. ഏത് സ്ഥലത്തോട്ട് പോകണമെന്നുള്ളത് അപ്പം ഇയാൾ പറയുന്ന, അതായത് ഈ തുഴയുന്ന ആള് പറയുന്ന സ്ഥലത്തോട്ട് വള്ളം നീങ്ങുന്നില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇവിടെ നിങ്ങൾ ചിലപ്പം നഷ്ടപ്പെടാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണോ ആശ്രയിക്കുന്ന ഭഗവാൻ, അല്ലെ ആ ഏതൊരു ഭഗവാനെയാണോ നിങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്നത്, അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞോളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്നു. അപ്പൊ അവരിലുണ്ടായിരുന്ന ഭക്തന്മാർ നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ, അത് ഹരേ കൃഷ്ണ വിഭാഗം ഇല്ല, മറ്റുള്ള സാധാരണ ഹിന്ദുക്കൾ എല്ലാവരും ഓരോരുത്തർ അവരുടെ ഇഷ്ടപ്പെട്ട ഭഗവാൻ, ഓരോരുത്തർ അവരവരുടെ ധർമ്മം അനുസരിച്ചിട്ട് അവരവർക്ക് വേണ്ടപ്പെട്ട ഭഗവാനെയൊക്കെ വിളിച്ച് കരഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് ഓരോ വിധത്തിലുള്ള രക്ഷ അവിടെ പോകാൻ പറ്റി, അവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ ബാക്കി നമ്മുടെ ഈ ഹിന്ദു വർഗം എന്ന് പറയുന്ന കുറെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് ഏത് ഭഗവാനെ വിളിക്കണം എന്നുള്ള അവർക്ക് അറിയാൻ വയ്യ. അവരെ ശിവനെ വിളിക്കണോ, വിഷ്ണുവിനെ വിളിക്കണോ, അതോ കാളിയെ വിളിക്കണോ, ഭദ്രകാളിയെ വിളിക്കണോ, ശാസ്താവിനെ വിളിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ട് അവരവിടെ കൺഫ്യൂഷൻ ആകുന്നു. അവർക്ക് ആരെ വിളിച്ച് പറയണം? കാരണം ഒരുത്തരെ അവർ ശരിക്കും വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, ഇതും ഭഗവാനും അതും ഭഗവാനും എല്ലാവരും ഭഗവാനാണെന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടെന്താ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇത് വളരെ പുരാണമായിട്ട് നടക്കുന്ന ഒരു കഥയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. പക്ഷെ ഇന്ന് ഈ കാലത്ത് നമുക്ക് ആർക്കും ഇങ്ങനെ അബദ്ധം പറ്റില്ല. എല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ, പരമദൈവോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഭഗവാനെന്നും അദ്ദേഹത്തെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ അവിടെ ഇരുന്ന അതിൽ പിന്നെ ആരും ഇല്ലായിരുന്നു ബാക്കി. പിന്നെ ഇപ്പൊ അങ്ങനെ ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു ഭഗവാൻ ഉണ്ടെന്നും പൊരുളായ കൃഷ്ണൻ ആണ് ആ പരമ ദൈവോത്തമ പുരുഷനെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഈ അവസ്ഥ ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരേ ഒരു ഭഗവാനെ ഉള്ളൂവെന്നും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതൊരു കഥ അങ്ങനെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു. നമുക്കിനി നമ്മുടെ നമ്മുടെ ഇന്നത്തെ ശ്ലോകത്തിന്റെ ഭാഗത്തേക്ക് നടക്കാം. അങ്ങനെ ആ പരമദൈവോത്തമ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരേ സമയം ഉത്തരയുടെ ഗർഭത്തിലുള്ള ശിശുവിന്റെയും സംരക്ഷിച്ചു. അതേപോലെ തന്നെ പരമാത്മായ അന്തരംഗസ്ഥനായ
വെളിയിൽ നിന്നുകൊണ്ട് പാണ്ഡവരെയും രക്ഷിക്കുന്നു. അതുകൊണ്ട് അന്തരംഗസ്ഥനായ ഭഗവാൻ അകത്തു നിന്നും വെളിയിലുള്ള ഭഗവാൻ വെളിയിൽ നിന്നും ആ കൂട്ടരെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തും എവിടെയും ഭഗവാൻ ഉണ്ട്. അത് ഭഗവാനെ ആശ്രയിക്കുന്നവരെ എവിടെയും സംരക്ഷിക്കുന്നതിന് കൃഷ്ണൻ തയ്യാറാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർജി പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാസ്ത്രത്തെ നേടിടാൻ പാണ്ഡവരുടെ അസ്ത്രങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് പക്ഷേ ഇവരൊക്കെ തന്നെ അവരവരുടെ അസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് തയ്യാറായി നിൽക്കുകയായിരുന്നു ഈ ബ്രഹ്മാസ്ത്രത്തെ നേരിടാൻ വേണ്ടിയിട്ട്. ആ ഓരോ ആയുധങ്ങളും അവരുടെ കയ്യിലുള്ള പാണ്ഡവർക്ക് 5 പേർക്കും വിലപ്പെട്ട ഭയങ്കര ശക്തിയുള്ള ആയുധങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ ബ്രഹ്മാസ്ത്രത്തെ നേടാനുള്ള സമയം അവർക്കില്ല എന്നുള്ളത് കൃഷ്ണൻ മനസ്സിലായി. അങ്ങനെയുള്ള ആ സമയത്തിൽ നിന്നും ഈ ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിക്കേണ്ടതായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശനചക്രം എടുത്ത് അവിടെ നിൽക്കുന്നു. ധൃതരാഷ്ട്രപുത്രന്മാരും പാണ്ഡവപുത്രന്മാരും ഒരേ ഗുരുവംശത്തിൽപ്പെട്ടവർ തന്നെയാണ്. 2 കൂട്ടരും പ്രത്യേകമായി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുരുക്കൾ എന്നും പാണ്ഡവർ എന്ന് പറയുന്നത്. കുരുവംശത്തിന്റെ തുടർച്ചയായിട്ടുള്ള കഴിഞ്ഞ ശ്ലോകത്തിൽ മാതാജി ആ വംശപരമ്പരയൊക്കെ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും ഓർമ്മയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുരുവിന്റെ വംശത്തിൽപ്പെട്ട കുരു രാജാവിന്റെ വംശപരമ്പരയിൽ വരുന്ന ഈ നമ്മുടെ ശന്തനു ഒക്കെ ഈ കുരുവംശത്തിൽപ്പെട്ടാണ്. ആ ഭീഷ്മർ ഒക്കെ പിന്നെ കുരുവംശത്തിന്റെ സന്തതിയാണ് നമ്മുടെ ധൃതരാഷ്ട്രം, അതുപോലെ തന്നെ പാണ്ഡവരും ഒക്കെ. അതിന്റെ പാണ്ഡവരുടെ 5 പേരും ഈ പരീക്ഷിത്തും മാത്രമാണ് ഇതിന് ജീവിച്ചിരിക്കുന്നത്. മറ്റേ പരമ്പരയെന്ന് വിളിക്കുന്ന ധൃതരാഷ്ട്ര സന്തതികൾ ഒക്കെ തന്നെ അവിടെ ഈ യുദ്ധത്തിൽ നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുരുവിന്റെ സന്തതിയാണ്. നിലനിർത്തേണ്ട ആവശ്യം ഭഗവാനുണ്ട്. അതുപോലെ തന്നെ ഉത്തരയുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഈ കുരു സന്തതിയെ രക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത്രയൊക്കെയാണ് ഈ ശ്ലോകത്തിൽ നിന്ന് ഇന്ന് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. ഇവിടെ നമുക്ക് നിർത്താം എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമോ? കേൾക്കുന്നുണ്ടായിരുന്നോ? എന്തോ ഞാൻ പറഞ്ഞിട്ടേ പോകുന്നു. കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഹരേ കൃഷ്ണ. കേട്ടവരുണ്ടെങ്കിൽ. കേൾക്കുന്നുണ്ടായിരുന്നു പ്രഭു, കേൾക്കുന്നുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. എന്തോ? നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുവിന്റെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആണ്, നന്നായി മനസ്സിലായി. താങ്ക് യു പ്രഭു. എന്തോ? ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭു, വളരെ നന്ദി. നല്ല ക്ലാസ്, നന്നായിരുന്നു. താങ്ക് യു പ്രഭുജി. ദണ്ഡപ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. ആരും കേട്ടില്ലെങ്കിൽ ഭഗവാൻ കേൾക്കും. അത് അതിനെ പറ്റിയൊന്നും പേടിക്കണ്ട. ഭഗവാൻ സ്വയമായിട്ട് വന്ന് കേൾക്കുന്നാണ് പറയണത്. പ്രഭുപാദ് ആരും കേട്ടില്ലെങ്കിലും ഭഗവാൻ ഭാഗവതം ഭഗവത്ഗീത എല്ലാം കേൾക്കുന്ന പറയണ. പ്രഭുപാദ് ലെക്ചർ എടുക്കുമ്പോ ആകെ ഒരു ഡിവോട്ടി ആയിരുന്നുള്ളൂ. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, കണ്ടില്ലേ നാരദ് മുനി അവിടെ ഇരുന്ന് കേൾക്കണത്. ഭാഗവതം വായിക്കുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും ഭഗവാൻ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്നാ പറയുന്നു. അപ്പൊ പ്രഭു അതിനെ പറ്റി നമുക്ക് ടെൻഷൻ വേണ്ട. നമ്മൾക്ക് പറയുമ്പോ ആരുള്ളത്, നമുക്ക് നമ്മളെ എനർജി. പക്ഷെ കേട്ടത് മനസ്സിലാക്കിയാൽ നല്ലത്. അത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പ്രഭു. അത് അവരവരുടെ ഭാഗ്യാണ്. പ്രഭു ഇതെല്ലാം ഉണ്ടല്ല, ഇതെല്ലാം അവരവരുടെ ഭാഗ്യന്മാരെയാണ്. ഇപ്പൊ നിങ്ങൾ ഇത്ര നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് എല്ലാം ആയിട്ട് ഇത് വേൾഡിൽ ഇതെല്ലാം ഭയങ്കര. ഇതെല്ലാം who are the person who is not taking the opportunity, it is their mistake. നമുക്ക് ഉള്ള സമയം നമുക്ക് കൊടുക്കാം. ബാക്കി അവര് ആ കേൾക്കുന്നുണ്ടോ ഇല്ലേ അതെല്ലാം the loser, they are the loser. But this Trivandrum devotees have set a beautiful platform, you know. Thank you Prabhu, don't worry. Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നന്നായിരുന്നു പ്രഭുവിന്റെ ഭാഷണം, നന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, മനസ്സിലാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമായിരിക്കും പ്രഭു. മാതാജി. താങ്ക് യു മാതാജി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. കുറച്ചു ദിവസമായി പ്രഭുവിന്റെ ക്ലാസ് കേട്ടിട്ട്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ലതായിട്ട് മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം.
നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പ്രഭുജി, നമുക്ക് നന്നായിട്ട് മനസ്സിലായി, കേൾക്കുന്നുണ്ടായിരുന്നു. ആ എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ് പ്രഭു മാതാജി. എല്ലാവർക്കും അറിയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും പഴയ കുറെ നാളുകൊണ്ട് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ ഇല്ല പഠിക്കുന്നു. പ്രഭുജി, അല്ല, അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എല്ലാം അറിയില്ലല്ലോ നമുക്ക്. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രഭുജി, നമ്മൾ മനസ്സിലായി ഞങ്ങൾക്ക്. എല്ലാം അറിയണമെങ്കിൽ വളരെ പ്രയാസമാണ് മാതാജി. ഭഗവാൻ മാത്രമേ ഉള്ളൂ എല്ലാം അറിയുന്നത്. കൃഷ്ണ പ്രഭു, നമുക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തില് അറിവിനെ, ആ ഒരു മൂഡില് അറിവിനെയാണ് സ്വീകരിക്കേണ്ടത്. നമുക്കൊന്നും അറിയില്ല. സത്യത്തില് എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒന്നും അറിയില്ല. അപ്പൊ ആരെങ്കിലും ഭക്തന്മാര് പറഞ്ഞു തരുന്ന അറിവാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ അറിവിനെ തരുന്നതിന് പ്രഭുവിന് വളരെ നന്ദി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഐശ്വര്യ മാതാജി നിർത്താവോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. നന്നായിരുന്നു പ്രഭുജി, വളരെ സന്തോഷമുണ്ട്. വളരെ വളരെ സന്തോഷം. നന്ദി പ്രഭു. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഈ കരമനയിൽ വരുന്ന എല്ലാ പ്രഭുക്കന്മാരും എല്ലാ മാതാജിമാരും പറയുന്നതിന്റെ ഭയങ്കര നല്ലോണം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, താങ്ക് യു പ്രഭു. ദണ്ഡപ്രണാം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്ക് ഇനി നിർത്താം. ശരി പ്രഭു, അങ്ങനെ ആയിക്കോട്ടെ. കൃപാസിന്ധുഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.